Today we are going to discuss about a question paper which is asked in May 2019. May 2019. The question is, a 2, 3, 4 tree is defined as a B tree with minimum degree t is equal to 2. Create a 2, 3, 4 tree by successively inserting the following elements and delete the elements. So what is meant by a 2, 3, 4 tree? It is a self-balancing tree. Mainly it is used to implement dictionaries. In this tree, every node with internal node has either 1 or 2 or 3 data elements. That means it has either one data elements has how many children are there? There are 2 children. And if it has 2 elements, if a node with 2 data elements, then it is have 3 children. And if it has 3 data elements, then it has how many children are there? There are 4 child nodes are there. That type of tree is called a 2, 3, 4 tree. And we need to define the B tree with a minimum degree of t is equal to 2. Then നമ്മൾ t is equal to 2, minimum degree t is equal to 2 എന്ന് പറഞ്ഞാൽ ഒരു നോഡിൽ മാക്സിമം കണ്ടെയ്ൻ, ദിസ് ഈസ് എ നോഡ്, ഒരു ട്രീയിലെ ഒരു നോഡ് എന്ന് പറയുന്നത് നമ്മൾ ഇതിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ നോഡിൽ മാക്സിമം കണ്ടെയ്ൻ ചെയ്യുന്ന എലമെൻറ്റ്സ് എന്ന് പറയുന്നത് ഇക്വേഷൻ 2t minus 1. That is t is equal to 2. So 2t minus 1 is 4 minus 1. T is equal to 2. Substitute t is as 2. Then 4 minus 1, that is 3. So maximum element a node can have is 3. And what is the minimum element a node can have? That is minimum for element at least it has t minus 1 elements. So what is t? T is equal to 2. 2 minus 1, that is equal to 1. So a node must have at least minimum 1 node and maximum 3 node. That is the B tree condition. So we need to construct a B tree with inserting this node. So directly first we need to insert 42. So we can directly insert 42. The next element is, second element is 56. First we check the root node. നമ്മളിപ്പോൾ ഒരു നോഡ്, പുതിയ നോഡ് ഇൻസേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം പോകുന്ന റൂട്ടിലേക്കാണ്. സോ നമ്മളെപ്പോഴും ഇൻസേർട്ട് ചെയ്യുന്ന ലീഫിലാണ്. ഓർത്തിരിക്കുക, ഇൻസേർഷൻ എന്ന് പറയുന്നത് എവിടെയാണ് നടക്കുന്നത്? ലീഫിലാണ്. അപ്പം നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന എവിടെ നിന്നാണ്? റൂട്ടിൽ നിന്നാണ്. അപ്പോൾ 42 ആണ് ഫസ്റ്റ് നോഡ്. സോ നമുക്ക് ഇൻസേർട്ട് ചെയ്യേണ്ടത് എത്രയാണ്? 56 ആണ്. അപ്പം നമ്മൾ ചെക്ക് ചെയ്യണം 42വിനേക്കാൾ ഗ്രേറ്റർ ആണോ. പിന്നെ ഒരു കൺസിഡറേഷൻ എന്ന് പറയുന്നത്, ഒരു നോഡിൽ 3 എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ ഫസ്റ്റ് നോഡ് എന്ന് പറയുന്നത് സ്മോളർ ആയിരിക്കണം സെക്കൻഡിനേക്കാൾ ഗ്രേറ്റർ ആയിരിക്കണം തേർഡ് നോഡിലെ എലമെൻറ്റ്. എന്ന് വെച്ചാൽ ഇതൊരു സോർട്ടഡ് ഓർഡറിലായിരിക്കണം ഓരോ എലമെൻറ്റും ഇൻസേർട്ട് ചെയ്യുന്നത്. ഒരു നോഡിലെ എലമെൻറ്റ്സ് എല്ലാം സോർട്ടഡ് ഓർഡറിലായിരിക്കണം. സോ നമ്മൾ 56 നോക്കുവാണ്. 56 ഇവിടെ സ്പേസ് ഉണ്ടോ 56-ന്? നമ്മൾ പറഞ്ഞിട്ടുണ്ട് മാക്സിമം നമുക്ക് എത്ര നോഡ് വരെ ആഡ് ചെയ്യാം? 3 നോഡ്സ് ആഡ് ചെയ്യാം. മിനിമം എത്ര ഉണ്ടാവണം? 1 എങ്കിലും ഉണ്ടായിരിക്കണം. ഈ മിനിമം കേസ് എപ്പോഴും നമ്മൾ നോക്കുന്നത് ഡിലീഷൻ്റെ കേസിലാണ്. മാക്സിമം നോക്കുന്നത് എപ്പോഴാണ്? ഇൻസേർട്ട് ചെയ്യുമ്പോഴാണ്. അപ്പം ഇവിടെ നമുക്ക് മാക്സിമം ആണ് നോക്കേണ്ടത്. 3 നോഡ് വരെ ഇൻസേർട്ട് ചെയ്യാം ഡയറക്റ്റ്ലി. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് 56 ആണ്. അപ്പോൾ 42വിനേക്കാൾ ഗ്രേറ്റർ ആണ്. സോ നമ്മൾ എന്ത് ചെയ്തു? 56 റൈറ്റ് സൈഡിൽ ആഡ് ചെയ്തു. നെക്സ്റ്റ് 24 ആണ് ഇൻസേർട്ട് ചെയ്യേണ്ടത്. 24 42വിനേക്കാൾ ലെസ് ആണ്. സോ 24 ഇവിടെ ആഡ് ചെയ്തു. ദെൻ നെക്സ്റ്റ് എലമെൻ്റ് എന്ന് പറയുന്നത് 89 ആണ്. അപ്പോൾ 89 എന്ന് പറയുന്നത് നമുക്കിവിടെയാണ്, നോഡിലേക്ക് വന്നു. 89 എവിടെയാണ് ആഡ് ചെയ്യേണ്ടത്? 56ൻ്റെ റൈറ്റ് സൈഡിലാണ് 89 ആഡ് ചെയ്യേണ്ടത്.
പക്ഷേ ഇവിടെ നമുക്ക് ഒരു നോഡിൽ എത്രയും മാക്സിമം നോഡ് പറ്റുള്ളൂ, എത്ര എലമെൻറ്റ്സേ പറ്റുള്ളൂ, നോഡല്ല എത്ര എലമെൻറ്റ്സേ പറ്റുള്ളൂ, 3 എലമെൻറ്റ്സേ മാക്സിമം പറ്റുള്ളൂ. ഇവിടെ ഇപ്പം 4 ആയി. അപ്പോൾ ഇത് അലൗഡ് അല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ സ്പ്ലിറ്റ് ചെയ്യണം, ഈ നോഡിനെ സ്പ്ലിറ്റ് ചെയ്യണം. എങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്യേണ്ടത്? വി നീഡ് ടു ഫൈൻഡ് ഔട്ട് ദി മിഡിൽ നോഡ്. മിഡിൽ നോഡ് ഏതാണ്? 42 ആണ്. സോ മിഡിൽ നോഡിനെ നമ്മൾ എന്ത് ചെയ്തു, സ്പ്ലിറ്റ് ഇൻ ടു 2. ഇറ്റ് മൂവ് ആസ് എ പാരൻറ്റ് ആൻഡ് ഇറ്റ്സ് ചിൽഡ്രൻസ് ആർ 24 and 56. സോ നമ്മളിത് ഇപ്പോൾ എങ്ങനെ ചെയ്യുക, ഇവിടെ 42 ഇവിടെയാക്കി, ദെൻ ലെഫ്റ്റ് സബ് ട്രീയിൽ 24 ലെസ് ദാൻ 42 ആൻഡ് റൈറ്റ് സബ് ട്രീ ദാറ്റ് കണ്ടെയ്നിങ് എലമെൻറ്റ് ഗ്രേറ്റർ ദാൻ 42. സോ നെക്സ്റ്റ് വി നീഡ് ടു ഇൻസേർട്ട് 89. സോ 89 ഫസ്റ്റ് കമ്മിങ് ടു റൂട്ട്. 89 എന്ന് പറയുന്നത് 42നേക്കാൾ ഗ്രേറ്റർ ആണ്. സോ റൈറ്റ് സബ് ട്രീയിലേക്ക് പോയി. ദെൻ 89 എന്ത് ചെയ്തു, 56നേക്കാൾ ഗ്രേറ്റർ ആണ്. സോ ഇൻസേർട്ടഡ് അറ്റ് ദി റൈറ്റ് സൈഡ് ഓഫ് എ 56. ദെൻ 1. നെക്സ്റ്റ് 1 ആണ്. 1 എന്ന് പറയുന്നത് ഇവിടെ റൂട്ടിൽ വന്നു. എപ്പോഴും നമ്മൾ റൂട്ടിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. 42നേക്കാൾ ലെസ്സർ ആണ്. സോ മൂവ് ടു ഹിയർ. ആൻഡ് 24നേക്കാൾ ലെസ്സർ ആണ്. സോ വി വിൽ ഇൻസേർട്ട് ലെഫ്റ്റ് ഓഫ് 24. നെക്സ്റ്റ് 5 ആണ്. സോ 5 ഈസ് ലെസ് ദാൻ 42 ആൻഡ് ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 1. സോ ഇറ്റ് ഈസ് less than 24, so it is inserted middle of this node. So next 87. 87 എന്ന് പറയുമ്പോൾ ഹിയർ 42നേക്കാൾ ഗ്രേറ്റർ ആണ്. നെക്സ്റ്റ് ചെക്ക് ചെയ്യുന്ന 56നേക്കാൾ ഗ്രേറ്റർ ആണ്. സോ ബട്ട് 89നേക്കാൾ ലെസ്സർ ആണ്. സോ നമ്മൾ എന്ത് ചെയ്യണം, ഈ 89ൻ്റെ 87 ഇൻസേർട്ട് ചെയ്യുക ഹിയർ. 87 is inserted, 89 is here. So in between 87, 59, 16 89 ഇടയിലായിട്ട് നമ്മൾ ഇൻസേർട്ട് ചെയ്തു. അപ്പോൾ ഇങ്ങനെയാണ് ഓപ്പറേഷൻ ചെയ്യുന്നത്. സോ ദിസ് ഈസ് ദി ട്രീ ഹിയർ. 87, 89 ഇൻസേർട്ട് ചെയ്തു. നെക്സ്റ്റ് നമ്മുടെ നോഡ് എന്ന് പറയുന്നത് ഏതാണ് ഇൻസേർട്ട് ചെയ്യേണ്ടത്? 8 ആണ് ഇൻസേർട്ട് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ഏത് നോഡാണ്? 8 ആണ് ഇൻസേർട്ട് ചെയ്യേണ്ടത്. സോ 8 ഫസ്റ്റ് ഇവിടെ ചെക്ക് ചെയ്തു, 42-ൽ വന്നു. 42നേക്കാൾ ലെസ്സാണ്. ലെസ്സാകുമ്പം ലെഫ്റ്റ് സബ് ട്രീയിലേക്ക് വന്നു. നമുക്ക് ഇൻസേർട്ട് ചെയ്യേണ്ട ഏത് പൊസിഷനാണ്? 1നേക്കാൾ ഗ്രേറ്റർ ആണ്, 5നേക്കാൾ ഗ്രേറ്റർ ആണ്, ബട്ട് 24നേക്കാൾ ലെസ്സറാണ്. അപ്പോൾ ഇവിടെയാണ് 8 ഇൻസേർട്ട് ചെയ്യേണ്ടത്. പക്ഷേ നമ്മളിവിടെ എത്രയാണ് മാക്സിമം നോഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്? മാക്സിമം എലമെൻറ്റിൻ്റെ നോഡ് ഈസ് ഈക്വൽ ടു 3 ആണ്. അപ്പോൾ നമ്മൾ 8 ഇൻസേർട്ട് ചെയ്താൽ ഓൾറെഡി ഇത് ഫുള്ളാണ്. ദിസ് ഈസ് ഓൾറെഡി ഫുള്ളാണ്. സോ നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റില്ല. നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ സ്പ്ലിറ്റ് ചെയ്യണം. സ്പ്ലിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഫൈൻഡ് ദി മിഡിൽ എലമെൻറ്റ്. മിഡിൽ എലമെൻറ്റിനെ ഫൈൻഡ് ചെയ്യുക. 5 ആണ് മിഡിൽ എലമെൻറ്റ്. അപ്പം 5നെ ഫൈൻഡ് ചെയ്യുക. എന്നിട്ട് അതിനെ എന്ത് ചെയ്യുക, അതിൻ്റെ പാരൻറ്റ് നോഡിലേക്ക് മൂവ് ചെയ്യുക. അപ്പം പാരൻറ്റ് നോഡിൽ നമ്മൾ നോക്കുവാണെങ്കിൽ അവിടെ 42 മാത്രമേ ഉള്ളൂ. നമുക്ക് എത്ര വരെ ഇതിൽ പോവാം? മാക്സിമം 3 നോഡ്സ് വരെ പോകാം. അപ്പോൾ അതുകൊണ്ട് 5 ഇവിടെ ഫിറ്റ് ആവും. 5നെ എന്ത് ചെയ്യുക, ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് ആഡ് ചെയ്യുക. ഇവിടുന്ന് 5നെ റിമൂവ് ചെയ്തു. ദെൻ അവിടേക്ക് ഏതിനെ ആഡ് ചെയ്തു? 8നെ. സോ നോക്കുക, ആഡ് ചെയ്യുമ്പം സോർട്ടഡ് ഓർഡറിലാണോ എന്ന് നോക്കിയിട്ട് 8നെ പ്ലേസ് ചെയ്യുക. സോ ദറ്റ് ഈസ് നെക്സ്റ്റ്. സോ ഹിയർ ഇൻസേർട്ടഡ്, സോറി, നമ്മളിവിടെ 5നെ മേളിലോട്ട് കൊണ്ടുപോകുമ്പം എങ്ങനെ വരുക? 5, 42. ദെൻ 5ൻ്റെ ലെഫ്റ്റിൽ 5നേക്കാൾ ലെസ്സർ ആയിട്ടുള്ള എലമെൻറ്റ്, ദാറ്റ് ഈസ് 1. 5നേക്കാൾ ഗ്രേറ്റർ ആയിട്ടുള്ള എലമെൻറ്റ് ഏതായിരുന്നു ഉണ്ടായിരുന്നത്? 24. ദെൻ 42ൻ്റെ റൈറ്റിൽ 56, 87, 89. ഇങ്ങനായിരുന്നു നമ്മുടെ ട്രീ ഉണ്ടായിരുന്നത്. ദെൻ 5 മേളിലേക്ക് വരുമ്പോൾ 5നെ ബേസ് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്തു 2 ആയിട്ട്. ദെൻ ഇവിടെ നമ്മൾ ഇനി നെക്സ്റ്റ് ഏത് ആഡ് ചെയ്യേണ്ട എലമെൻറ്റ്? 8 ആണ് ആഡ് ചെയ്യേണ്ടത്. 8 എവിടെയാണ്? 5നേക്കാൾ ഗ്രേറ്റർ ആണ്. റൂട്ടിൽ വന്നു, 5നേക്കാൾ ഗ്രേറ്റർ ആണ്. സോ 5ൻ്റെ റൈറ്റ് സബ് ട്രീയിൽ പോയി. 24നേക്കാൾ ലെസ്സർ ആണ്. സോ ഹിയർ വി വിൽ ഇൻസേർട്ട് 8. ദെൻ നെക്സ്റ്റ് വൺ വി വാണ്ട് ടു ഇൻസേർട്ട് 61. 61 എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ്? എഗെയിൻ 42നേക്കാൾ ഗ്രേറ്റർ ആണ്. സോ ഇവിടെയാണ് 61 ഇൻസേർട്ട് ചെയ്യേണ്ടത്. 61 ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുക?
ഇവിടെ ഓൾറെഡി ഫുള്ളാണ്. അപ്പോൾ ഫുള്ളായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ സ്പ്ലിറ്റ് ചെയ്യണം. ഇതിൻ്റെ മിഡിൽ നോഡ് ഫൈൻഡ് ചെയ്യുക, ദെൻ മൂവ് ദാറ്റ് എലമെൻറ്റ് ടു ദി റൂട്ട്. സോ ഇവിടെ 87 ഇങ്ങോട്ട് പോയി. അപ്പോൾ ഇതെന്തായി, ട്രീ സ്പ്ലിറ്റ് ചെയ്തു. 87നെ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഇതിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ഇവിടെ 87 ഇല്ല. അപ്പോൾ ഇതിൻ്റെ ലെഫ്റ്റ് 56 വരും, ഇതിൻ്റെ റൈറ്റിൽ എന്ത് വരും, 89 വരും. ദെൻ നമുക്ക് 61 ആഡ് ചെയ്യണം. 61 ആഡ് ചെയ്യുമ്പോൾ നമ്മൾ നോക്കുക 87നേക്കാൾ ലെസറാണ്. അപ്പോൾ ഈ സബ് ട്രീയിലേക്കാണ് പോവുക. അപ്പോൾ എന്ത് ചെയ്തു, ഇവിടെ 61 ആഡ് ചെയ്തു. അപ്പോൾ ഇത് റൈറ്റ് സബ് ട്രീയിലാണ് 89 വരുന്നത്. നെക്സ്റ്റ് 6 എന്ന് പറഞ്ഞാൽ 5നേക്കാൾ ഗ്രേറ്റർ ആണ്. സോ ഇങ്ങോട്ട് പോയി. ഇവിടെ വരുമ്പം 8നേക്കാൾ ലെസറാണ്. സോ നമ്മൾ എന്ത് ചെയ്തു, 6 ഇവിടെ ആഡ് ചെയ്തു. ദെൻ നെക്സ്റ്റ് 78 എന്ന് പറയുന്നത് 42നേക്കാൾ ഗ്രേറ്റർ ആണ്, 87നേക്കാൾ ലെസറാണ്. സോ ഈ സബ് ട്രീയിലേക്കാണ് പോകുന്നത്. 56നേക്കാൾ ഗ്രേറ്റർ ആണ്, 61നേക്കാൾ ഗ്രേറ്റർ ആണ്. സോ 78 എവിടെ ആഡ് ചെയ്യും, ഈ തേർഡ് നോഡിൽ 78 ആഡ് ചെയ്യും. ദെൻ നെക്സ്റ്റ് 7 ആഡ് ചെയ്യുമ്പോൾ 5നേക്കാൾ ഗ്രേറ്റർ ആണ്. സോ ഇങ്ങോട്ടാണ് പോകേണ്ടത്. 6നും 7നും ഇടയ്ക്കാണ് 8നും ഇടയ്ക്കാണ് 7 ആഡ് ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ എന്താണ്, മാക്സിമമായി ഈ നോഡ് ഫുള്ളാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ മിഡിൽ ഫൈൻഡ് ചെയ്യുക. മിഡിൽ ഫൈൻഡ് ചെയ്യുന്ന ഏതാണ്, 8 ആണ് മിഡിൽ. 8 ഫൈൻഡ് ചെയ്യുക, 8നെ മേളിലോട്ട് കൊണ്ടുവരിക. പക്ഷേ ഇവിടെ 8നെ മേളിലോട്ട് കൊണ്ടുവന്നാൽ ഓൾറെഡി ഈ നോഡ് ഫില്ലാണ്, ഓൾറെഡി 3 ആണ്. അപ്പം നമുക്ക് 8നെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഈ നോഡിനെയും സ്പ്ലിറ്റ് ചെയ്യുക. ഈ നോഡിനെ സ്പ്ലിറ്റ് ചെയ്ത് അതിൻ്റെ മിഡിൽ എലമെൻറ്റ് കണ്ടുപിടിക്കുക. ദെൻ മിഡിലിനെ പാരൻ്റായിട്ട് മുകളിലോട്ട് കൊണ്ടുവരിക. ദെൻ ഇത് സ്പ്ലിറ്റ് ചെയ്യുക, രണ്ടെണ്ണം. സോ 6 നമ്മൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. ദെൻ ഹിയർ ഇതാണ് ഞങ്ങൾക്ക് പറഞ്ഞ 42നെ മേളിലോട്ട് കൊണ്ടുവന്നു. ഹിയർ നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ 42നെ മേളിലോട്ട് കൊണ്ടുവന്നു. ദെൻ ഇവിടെ റൈറ്റ് സൈഡിൽ 52, ഇതിൻ്റെ റൈറ്റ് സൈഡിൽ 87. ദെൻ ഇതിൻ്റെ താഴെ 1, ഇതിൻ്റെ താഴെ 684, ദെൻ ഇതിൻ്റെ താഴെ 56, ഇതിൻ്റെ താഴെ 89. ഇങ്ങനെയാണ് വരിക. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഏതായിരുന്നു ഇൻസേർട്ട് ചെയ്യേണ്ടത്, 7 ആയിരുന്നു. 7 എന്ത് ചെയ്യാം, 7 ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ എന്ത് പറ്റും, ഇവിടെ 8 ഉണ്ട്, ഇവിടെ മാക്സിമം ആണ്. അപ്പോൾ 8ന് നമ്മൾ എന്ത് ചെയ്തു, പാരൻറ്റ് നോഡിലേക്ക് കൊണ്ടുവരികയാണ്. 5ൻ്റെ റൈറ്റ് സൈഡിൽ 8 ആഡ് ചെയ്തു. ദെൻ ഇതിനെ സ്പ്ലിറ്റ് ചെയ്തു. ഒന്ന് ഇവിടെ റൈറ്റ് സൈഡിൽ എന്ത് വന്നു, സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഇവിടെ 6 വന്നു. ഇതിൻ്റെ റൈറ്റ് സൈഡിൽ 24 വന്നു. ദെൻ ഇവിടെ 56ഉം 61ഉം 78ഉം ആയി. ദെൻ ഇതിൻ്റെ റൈറ്റ് സൈഡിൽ എന്ത് ചെയ്തു, 7 ആണ്. 7 എന്ന് പറയുന്നത് 8നേക്കാൾ ലെസറാണ്, 6നേക്കാൾ ഗ്രേറ്റർ ആണ്. 7 ആഡ് ചെയ്തു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, 7 ആഡ് ചെയ്തത്. 7 ആഡ് ചെയ്തു. ദെൻ 8 മുകളിലോട്ട് വന്നു. നെക്സ്റ്റ് നമുക്ക് ഇൻസേർട്ട് ചെയ്യേണ്ട എലമെൻ്റ് ഏതാണ്, 12 ആൻഡ് 12 ആണ്. 12 എന്ന് പറയുമ്പോൾ നമുക്ക് ഏതാണ്, 12 എന്ന് പറയുന്നത് 42നേക്കാൾ ലെസറാണ്, 8നേക്കാൾ ഗ്രേറ്റർ ആണ്. സോ 12 ഇവിടെ വരണം, 24ൻ്റെ ലെഫ്റ്റ് സൈഡിൽ വരണം. സോ 24ൻ്റെ ലെഫ്റ്റ് സൈഡിൽ 12 ആഡ് ചെയ്തു. നെക്സ്റ്റ് ഇൻസേർട്ട് ചെയ്യേണ്ട എലമെൻ്റ് എന്ന് പറയുന്നത് 34 ആണ്. 42നേക്കാൾ ലെസറാണ്. ഹിയർ ചെക്ക് ചെയ്യുമ്പോൾ ഇവിടെ 8നേക്കാൾ ഗ്രേറ്റർ ആണ്. സോ റൈറ്റ് സബ് ട്രീയിൽ വരിക. ഇവിടെ 12ഉം 24ഉം ഉള്ളൂ. മാക്സിമം വി ക്യാൻ ആഡ് 3 നോട്ട്സ്. അപ്പോൾ 24ൻ്റെ റൈറ്റിലാണ് ഏത് വരിക, 34 വരിക. സോ 12, 24, 34 എന്ന് ഇൻസേർട്ട് ചെയ്തു. സോ ദിസ് ഈസ് അവർ ഫൈനൽ സബ് ട്രീ. സോ ഇതാണ് ഇൻസേർഷൻ കഴിയുമ്പോൾ ഉള്ള ഫൈനൽ സബ് ട്രീ എന്ന് പറയുന്നത്. ദെൻ നമുക്ക് ഇതിൽ നിന്ന് ഡിലീറ്റ് ചെയ്യണം. ഫസ്റ്റ് ഡിലീറ്റ് ഏത് എലമെൻ്റ് ഏതാണ് ഡിലീറ്റ് ചെയ്യേണ്ടത്, 89 ആണ്.
സോ 89 എന്ന് പറയുന്നത് റൂട്ടാണ്. സോ റൂട്ടിനെ നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ്ലി റിമൂവ് ചെയ്യാം. പക്ഷേ ഇവിടെ കണ്ടീഷൻ എന്താണ്, ഒരു ബി ട്രീയിലെ മിനിമം നോഡ് എന്ന് പറയുന്നത് എത്രയായിരിക്കണം, 1 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് 89 റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്താവും, ഒരു നോഡും ഇല്ലാതാവും. ആ കണ്ടീഷൻ വയലേറ്റ് ചെയ്യും. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇവിടെ നമ്മൾ നോക്കും ഇതിൻ്റെ സിബ്ലിങ്സ് എന്ന് പറയുന്നത് തൊട്ടിപ്പുറത്തുള്ളതിനെ നോക്കും. അപ്പോൾ അതിൽ മാക്സിമം നോഡുണ്ട്, 3 നോഡ്സ് വരെ ഉണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ പാരൻറ്റിനെ ഇങ്ങോട്ട് മൂവ് ചെയ്യും. എന്നിട്ട് ഇതിൽ നിന്നുള്ള ഇതിൻ്റെ മാക്സിമം പ്രിഡിസറിനെ എടുത്തിട്ട് ഇങ്ങോട്ട് മൂവ് ചെയ്യും. ഒന്നെങ്കിൽ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡിലുള്ളതാണ് കൂടുതൽ എലമെൻറ്റെങ്കിൽ അവിടുത്തെ സക്സറിനെ ഫസ്റ്റ് എടുത്ത് മൂവ് ചെയ്യും, അല്ലെങ്കിൽ ഇവിടുത്തെ പ്രിഡിസർ എലമെൻറ്റ്. അപ്പോൾ ഇവിടെ 78 ഇങ്ങോട്ട് വരും. ദെൻ ഈ 87 ഇങ്ങോട്ട് താഴോട്ട് കൊണ്ടുവരും. ദെൻ എന്ത് ചെയ്യും, 89 റിമൂവ് ചെയ്യും. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. 78 മൂവ് ടു അപ്വേർഡ്സ്, ദെൻ 87 താഴോട്ട് വന്നു. അപ്പോൾ അവിടെ മാക്സിമം എലമെൻ്റ് ഉള്ളതുകൊണ്ടാണ് നമുക്കിങ്ങനെ മൂവ് ചെയ്യാൻ പറ്റുന്നത്. നെക്സ്റ്റ് നമുക്ക് ഏതാണ് എലമെൻറ്റ് ഡിലീറ്റ് ചെയ്യേണ്ടത്, 78 ആണ് ഡിലീറ്റ് ചെയ്യേണ്ടത്. 78 ഡിലീറ്റ് ചെയ്യണം. 78 ഡിലീറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നേരത്തെ പോലെ തന്നെ നോക്കുക. ഇവിടുന്ന് 87 എടുത്തു കഴിഞ്ഞാൽ ഇവിടെ മിനിമം എലമെൻറ്റ് 1 ആണ്. അറ്റ്ലീസ്റ്റ് 1 എലമെൻറ്റേ വരണം. അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ നോക്കുമ്പം 2 എലമെൻറ്റ്സ് ഉണ്ട്. അപ്പം ഇവിടുന്ന് ഒന്നെടുത്താൽ പ്രശ്നമില്ല. സോ നമ്മൾ എന്ത് ചെയ്തു, ഇതിൽ നിന്ന് പ്രെഡിസറിനെ എടുത്തു, 61 എടുത്ത് ഇങ്ങോട്ട് മൂവ് ചെയ്തു. ദെൻ 78 റിമൂവ് ചെയ്തു. സോ അതാണ് നെക്സ്റ്റ് ഹിയർ 61. ദെൻ ഡിലീറ്റ് ആഫ്റ്റർ ഡിലീഷൻ ഓഫ് 78 ദിസ് വിൽ ബി ദി ട്രീ. ദെൻ നെക്സ്റ്റ് എലമെൻ്റ് എന്ന് പറയുന്നത് റിമൂവ് ചെയ്യേണ്ടത് 12 ആണ്. 12 എന്ന് പറയുന്നത് ഇവിടെയാണ് മാക്സിമം എലമെൻ്റ് ഉണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം, 12 ഡയറക്റ്റ് റിമൂവ് ചെയ്യാം. ദെൻ നെക്സ്റ്റ് ഡിലീറ്റ് 8. ഡിലീറ്റ് 8 എന്ന് പറയുമ്പോൾ ഇവിടെയാണ് എലമെൻറ്റ് വരുന്നത്. അപ്പോൾ ഡിലീറ്റ് 8 എന്ന് പറയുമ്പം 8 ഇൻറ്റേർണൽ നോഡാണ്. സോ ഇൻറ്റേർണൽ നോഡിനെ നമുക്ക് ഡയറക്റ്റ് റിമൂവ് ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ സക്സറിനെയോ അല്ലെങ്കിൽ പ്രിഡിസറിനെയോ ഒന്നുകിൽ 7 വെച്ച് റീപ്ലേസ് ചെയ്യാം, അല്ലെങ്കിൽ 24 വെച്ച് റീപ്ലേസ് ചെയ്യാം. ഞാനിവിടെ 24 വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, ഇതിനെ റീപ്ലേസ് ചെയ്യുന്നു. 24 വെക്കുന്നു, 8 റിമൂവ് ചെയ്യുന്നു. ഇവിടെ അപ്പോൾ എന്ത് ചെയ്യും, 34. നമ്മൾ നോക്കണം ഇവിടെ മിനിമം എലമെൻറ്റ് 1 എങ്കിലും ഉണ്ടാവണം, അല്ലെങ്കിൽ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റില്ല. അപ്പം 1നേക്കാൾ കൂടുതലുണ്ടെങ്കിൽ മാത്രമേ ഇവിടുന്ന് പ്രിഡിസറോ അല്ലെങ്കിൽ ഇവിടുന്ന് സക്സറോ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇവിടുന്ന് 24 എടുത്തു. ആഫ്റ്റർ റിമൂവിങ് 12 ഹിയർ ലൈക്ക് ദിസ്. ദെൻ നമ്മൾ എന്ത് ചെയ്തു, 8 റിമൂവ് ചെയ്യേണ്ടത്. അപ്പോൾ 24 മൂവ് ചെയ്തു മേളിലോട്ട്. 24 ഇങ്ങോട്ട് വന്നു. ദെൻ എന്ത് ചെയ്തു, 8 റിമൂവ് ചെയ്തു. So final tree is like this. So after deletion 8, the final tree is here. So ഇനി നമുക്ക് ഇവിടുന്ന് 24 ആണ് റിമൂവ് ചെയ്യേണ്ടതെങ്കിൽ എന്ത് ചെയ്യും, 24 ആണ് റിമൂവ് ചെയ്യുന്നതെങ്കിൽ ഇതിൽ മിനിമം എലമെൻറ്റ് നമുക്ക് ഇവിടെ 7 വെച്ചു. ഇപ്പോൾ സപ്പോസ് ഇവിടെ 7 വെച്ചു, ഇവിടെ 24 വെച്ചു. ഇനി 7 റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എന്താണ് 6 34 ഉള്ളൂ. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ നോഡിനെ കംപ്ലീറ്റ് ആയിട്ട് ഡിലീറ്റ് ചെയ്ത് ഈ 6 34 കമ്പൈൻ ചെയ്ത് ഒറ്റ നോഡാക്കും. എന്നിട്ട് ഈ 5 ഇങ്ങോട്ട് കണക്ട് ചെയ്യും. അപ്പം മിനിമം നോട്ട്സ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, കമ്പൈൻ ചെയ്തിട്ട് ഇവിടെ പോയിൻ്റർ ഒറ്റ സിംഗിൾ പോയിൻ്ററായിട്ട് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ അതാണ് നടക്കുക. ഇനി ഇവിടെ 5 റിമൂവ് ചെയ്യണമെങ്കിൽ എന്ത് സംഭവിക്കും, ഒന്നെങ്കിൽ ഇവിടുന്ന് 6 മൂവ് ചെയ്യും. അപ്പം കമ്പൈൻ എന്ന് പറയുന്നത് മിനിമം ലോഡ് വരുമ്പോഴാണ് കമ്പൈൻ ചെയ്യുന്നത്. Okay, thank you.